മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Sirach, chapter 12, verse 18. അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് അവന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. മഴയില്ലാത്ത കാലം കൃഷികളെല്ലാം ഉണങ്ങിത്തുടങ്ങി, ജലസ്രോതസ്സുകൾ വറ്റുവരണ്ടു. കുടം തലയിലേന്തി ഗ്രാമപാതയിലൂടെ സ്ത്രീകൾ ദീർഘദൂരെ യാത്ര ചെയ്യുന്നത് നിത്യക്കാഴ്ചയായി. വെള്ളമില്ലാതെ ജനം മുഴുവൻ വിഷമിക്കുകയാണ്. അവസാനം അവരെല്ലാവരും ചേർന്ന് വികാരിയച്ഛനെ ചെന്ന് കണ്ടു. അന്ന് ആദ്യമായാണ് എല്ലാവരും ഒറ്റക്കെട്ടായി വികാരിയച്ഛനെ കാണാനെത്തുന്നത്. അച്ഛൻ ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞങ്ങളെപ്പോലെ വിശ്വാസികളായ ആരെയും അങ്ങേക്ക് ഒരു നാട്ടിലും കാണാൻ കഴിയില്ല, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശരി, നാളെ ഞാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ജനങ്ങൾ പള്ളിയിലെത്തി. എന്നാൽ വന്നവരൊക്കെ മഴ പെയ്യുമോ എന്ന ആശങ്കയിൽ വന്നു. പക്ഷെ ഒരു ചെറിയ പെൺകുട്ടി മാത്രം കുടയെടുത്തു. അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ദൈവം മഴ നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതാണ് ഞാൻ മടങ്ങിപ്പോകാൻ കുടയെടുത്തത്. ആ കുട്ടിയുടെ വിശ്വാസത്തിന് മുൻപിൽ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. അന്നവർ ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവം അവർക്കായി ആകാശവിതാനങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. അതെ, വിശ്വസിച്ചാൽ സംഭവിക്കാത്തതായി എന്താണുള്ളത്? നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.